ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ ഡാലിയ കൊച്ചമ്മ. മർത്തമറിയം വനിതാ സമാജം 2026 കേന്ദ്ര പരീക്ഷയ്ക്കായിട്ട് നമുക്ക് ക്രമീകരിച്ച് കിട്ടിയിരിക്കുന്ന റിപ്പന്റ് ടേൺ ടു ഗോഡ്, അനുദപിക്കുക ദൈവത്തിങ്കലേക്ക് തിരിയുക എന്ന പുസ്തകത്തിന്റെ 5-ാമത്തെ ചാപ്റ്റർ, സാം 51 എ ഹാർട്ട് ബ്രോക്കൺ പ്രയർ, സങ്കീർത്തനം 51 ഹൃദയഭേദക പ്രാർത്ഥന എന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെ പോകുന്നത്. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, അനുതാപ സങ്കീർത്തനങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്, സഭയുടെ ആരാധനയുടെ അവിഭാജ്യ ഘടകം, ഏറ്റവും ജനസമ്മതി നേടിയ അനുതാപ പ്രാർത്ഥന, ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം, അല്ലെ? ദാവീദ് രാജാവിന്റെ ഏറ്റവും ഹൃദയഭേദകവും ആത്മീയ ഗൗരവവുമുള്ള പ്രാർത്ഥനകളിൽ ഒന്നായിട്ടാണ് 51-ാം സങ്കീർത്തനത്തെ നമ്മൾ കണക്കാക്കുന്നത്. ചില കണ്ണുനീർ വാക്കുകളെക്കാൾ സത്യം പറയും എന്ന് പറയൂ, അല്ലെ? There are moments in life when tears speak more than words. അത്തരമൊരു കണ്ണുനീരിൽ ജനിച്ച പ്രാർത്ഥനയാണ് 51-ാം സങ്കീർത്തനം. നമ്മുടെയൊക്കെ നമസ്കാരങ്ങളിൽ, പ്രഭാത നമസ്കാരത്തിലും സന്ധ്യാ നമസ്കാരത്തിലും ഒക്കെ നമ്മൾ ഇങ്ങനെ പറയും, അല്ലെ? ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും അനുതാപത്തിന്റെ ഒരു ഭാവം ആ പ്രാർത്ഥന നമുക്ക് നൽകിയിട്ടുണ്ടോ? ഇവിടെയാണ് ദാവീദ് രാജാവ് നമ്മുടെ മുൻപിൽ ഒരു മാതൃകയാകേണ്ടുന്നത്. അവിടെ അവന്റെ കിരീടം ദാവീദിന്റെ പാപത്തെ മറയ്ക്കുന്നില്ല. ദാവീദിന്റെ സിംഹാസനം അവന്റെ മനസ്സാക്ഷിയെ നിശബ്ദമാക്കുന്നില്ല. ഒടുവിൽ എന്താണ് ഒരു വലിയ രാജാവിന് ആശ്രയമായിട്ട് മാറുന്നത്? ദൈവത്തിന്റെ കരുണ മാത്രമാണ് അവിടെ ദാവീദിന് ആശ്രയമായിട്ട് മാറുന്നത്. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ പുറംമോടികൾ നമ്മുടെ പാപത്തെ മറയ്ക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിത ശൈലികളും ജീവിത നിലവാരവും ഒക്കെ നമ്മുടെ മനസ്സാക്ഷിയെ നിശബ്ദമാക്കുന്നുണ്ടെങ്കിൽ, അവിടെ ദാവീദ് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഈ കാണുന്നതിലൊന്നും നമ്മൾ ആശ്രയിച്ചിട്ട് കാര്യമില്ല. ഒരു രാജാവിന് പോലും ആശ്രയമാകുന്നത് ദൈവത്തിന്റെ കരുണ മാത്രമാണ് എന്ന് വീണ്ടും വീണ്ടും ഈ അനുതാപ സങ്കീർത്തനത്തിലൂടെ ദാവീദ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ അതിൻ്റെ തീം, ടൈറ്റിൽ ആൻഡ് കോണ്ടെക്സ്റ്റ് എല്ലാ ക്ലാസ്സുകളിലും ചെയ്യുന്ന പോലെ ആദ്യത്തെ ഭാഗം നമ്മൾ അത് മനസ്സിലാക്കും. അതിനുശേഷം പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് വിഷയവിവരം, തീം ആൻഡ് കോണ്ടന്റ് സമ്മറി, ഈ ഒരു അനുതാപ സങ്കീർത്തനം നമുക്ക് നൽകുന്നതായിട്ടുള്ള പ്രധാന ദൂത്, കീ മെസ്സേജസ്, അതിനുശേഷം സഭാപിതാക്കന്മാർ 51-ാം സങ്കീർത്തനത്തിൽ നൽകിയിരിക്കുന്നതായിട്ടുള്ള പല വ്യാഖ്യാനങ്ങൾ, ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യത്തെ ഭാഗം തീം, ടൈറ്റിൽ ആൻഡ് കോണ്ടെക്സ്റ്റ്. ഇതുവരെ നമ്മൾ ഓരോ അനുതാപ സങ്കീർത്തനത്തിനും ഓരോ തീം നമ്മൾ പറഞ്ഞിരുന്നു, അല്ലെ? എന്തൊക്കെയാണ്? 6-ാം സങ്കീർത്തനത്തിൽ നമ്മൾ പറഞ്ഞത് കിടക്കയെ നനയ്ക്കുന്ന കണ്ണുനീർത്തുള്ളികൾ എന്ന് പറഞ്ഞു, അല്ലെ? അത് 32-ാം സങ്കീർത്തനത്തിലേക്ക് വന്നപ്പോൾ പാപക്ഷമ ലഭിച്ചവന്റെ ആനന്ദ കീർത്തനമായിരുന്നു 32-ാം സങ്കീർത്തനം. 38-ാം സങ്കീർത്തനത്തിലേക്ക് വന്നപ്പോഴോ കഷ്ടപ്പെടുന്ന അനുതാപിയുടെ പ്രാർത്ഥന നമ്മൾ കണ്ടു. ഇന്ന് 51-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ പ്രമേയം അല്ലെങ്കിൽ തീം എന്ന് പറയുന്നത് ഉടഞ്ഞു തകർന്ന ആത്മാവിന്റെ യാഗം, ദ സാക്രിഫൈസ് ഓഫ് എ ഷാറ്റേർഡ് സോൾ എന്നുള്ളതാണ് 51-ാം സങ്കീർത്തനത്തിന്റെ തീം എന്ന് പറയുന്നത്. ഇനിയും അതിന്റെ ശീർഷകം മറ്റൊന്നും തന്നെയില്ല, ദാവീദിന്റെ ഒരു ധ്യാനം ബൈ ഡേവിഡ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് രചിച്ചത് ദാവീദാണ് എന്ന് നമുക്ക് പറയാം. ഇനിയും ഇത് എഴുതപ്പെട്ട സാഹചര്യം എന്നുള്ളിടത്ത് 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഏത് കാലഘട്ടത്തിലാണ് ഈ സങ്കീർത്തനം എഴുതപ്പെട്ടത്? Psalm 51 is considered to have been composed during the reign of King David in the 10th century BC. ക്രിസ്തുവിന് മുൻപ് 10-ാം നൂറ്റാണ്ടിൽ ദാവീദ് രാജാവിന്റെ ഭരണകാലത്ത് രചിച്ചതായിട്ടാണ് ഈ സങ്കീർത്തനം എന്ന് കണക്കാക്കപ്പെടുന്നു. ആ ഒരു കാലഘട്ടത്തെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, ഇസ്രായേൽ ഒരു ഏകീകൃത രാജാവിന്റെ കീഴിലായിരുന്നു. അതായത് ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ കാലഘട്ടത്തിലും അവരെ ഭരിച്ചിരുന്ന മോശ, യോശുവ, അതിനുശേഷം ന്യായാധിപന്മാര്, ഇതിനെല്ലാം ശേഷം ഒരു ഏകീകൃത രാജാവ്, ഒരൊറ്റ രാജാവിന്റെ കീഴിൽ എല്ലാ ഗോത്രങ്ങളിലെയും ജനങ്ങളൊക്കെ ഒരുമിച്ച് നിന്നിരുന്ന ഒരു കാലം. അങ്ങനെ ഇസ്രായേൽ ഒരു ഏകീകൃത രാജാവിന്റെ കീഴിലായിരുന്ന കാലഘട്ടമായിരുന്നു അത് എന്ന് മനസ്സിലാക്കാം. When Israel was under a unified kingdom. 2,
ദാവീദിന്റെ ജീവിതത്തിലെ ഏറ്റവും ആത്മപരിശോധനാപരവും കുറ്റബോധം നിറഞ്ഞതുമായ ഒരു കാലഘട്ടമായിരുന്നു എന്നത് മനസ്സിലാക്കാം. സെൽഫ് റിഫ്ലക്റ്റീവ് ആൻഡ് ഗിൽറ്റ് ലേഡൻ പീരീഡ്സ് ഓഫ് ഡേവിഡ്സ് ലൈഫ്. 3, ദാവീദിന്റെ ആത്മീയ പാഠങ്ങളുടെ നിർണായക വെളിപ്പെടുത്തലുകളുടെ കാലഘട്ടമായിരുന്നു അത്. പീരീഡ് വെൻ ഡേവിഡ് റിവീൽഡ് ഹിസ് സിഗ്നിഫിക്കന്റ് സ്പിരിച്വൽ റെവലേഷൻസ്. അപ്പം ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ദാവീദ് ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വലിയ ആത്മപരിശോധനയും തെറ്റുകളും ഒക്കെ നടന്ന് അതിനുള്ള അനുതാപത്തിന്റെ ഒരു കാലഘട്ടം, അതുപോലെ ആ സമയത്ത് ദാവീദ് മനസ്സിലാക്കിയ ഒരുപാട് ആത്മീയ സത്യങ്ങളെ വെളിപ്പെടുത്തിയതായിട്ടുള്ള ഒരു കാലഘട്ടം എന്നൊക്കെ ആ ഒരു സമയത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് വളരെ ബേസിക് ആയിട്ട് ഏത് കാലഘട്ടത്തിലാണ് എഴുതിയത്? 10th century BC. ഇനിയും എന്താണ് ഇതിന്റെ സാഹചര്യം എന്ന് നോക്കിക്കഴിഞ്ഞാൽ 2 ശമൂവേൽ 11-12 അധ്യായങ്ങൾ ഒന്ന് വായിക്കുമ്പോൾ ബത്ശേബയുമായുള്ള ബന്ധത്തിൽ ദാവീദിനുണ്ടായ പാപത്തെക്കുറിച്ച് നാഥാൻ പ്രവാചകൻ അവനെ ബോധ്യപ്പെടുത്തി കഠിനമായി ശാസിച്ചതിന് ശേഷം ഉണ്ടായ അനുതാപത്തിലാണ് ദാവീദ് ഈ സങ്കീർത്തനം രചിച്ചതെന്ന് പരമ്പരാഗതമായി വിശ്വസിക്കുന്നു. It is traditionally believed that David composed this psalm in repentance following the prophet Nathan's confrontation and severe rebuke regarding his sin with Bathsheba. ആ ഒരു ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ നാഥാൻ പ്രവാചകൻ ഒരു കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ദാവീദിനെ തന്റെ തെറ്റ് ബോധിപ്പിക്കുകയാണ്. ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറയുമ്പോൾ ദാവീദിന് അവിടെ വലിയൊരു അനുതാപത്തിന്റെ അവസ്ഥ ഉണ്ടാവുകയാണ്. ആ സമയത്ത് ദാവീദിന് ബേത്ശേബയിൽ ഉണ്ടാകുന്ന കുഞ്ഞിന് ഒരു വലിയ കഠിനമായ അസുഖം വന്ന് ഭവിക്കുകയും അതിനുശേഷം ദാവീദ് കഠിനമായ ഒരു അനുതാപത്തിലേക്ക് പോകുന്നതും പിന്നീട് ആ കുഞ്ഞ് മരിച്ചു പോകുന്നതും അതിനുശേഷം ദാവീദ് തിരിച്ചെണീറ്റ്, അപ്പൊ അവിടെയൊക്കെ ദാവീദിന്റെ വിശ്വാസവും അനുതാപവും ഒക്കെ നമുക്ക് ഭയങ്കര വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലാണ് ദാവീദ് ഈ ഒരു സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. അങ്ങനെ പാപം തിരിച്ചറിഞ്ഞ ദാവീദ് ദൈവത്തോടുള്ള ആകുലമായ ആത്മപശ്ചാത്താപവും ശുദ്ധീകരണത്തിനുള്ള അപേക്ഷയുമാണ് ഈ ഒരു സങ്കീർത്തനത്തിൽ പ്രകടിപ്പിക്കുന്നത്. David, having recognized his sin, expresses his earnest repentance from his very soul and a sincere request for purification. ഇതാണ് 51-ാം സങ്കീർത്തനം പ്രകടിപ്പിക്കുന്നത്. അപ്പൊ എന്താണ് 51-ാം സങ്കീർത്തനത്തിൽ പ്രകടിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിക്കാം. അവിടെ എന്തെഴുതണം? പാപം തിരിച്ചറിഞ്ഞ ദാവീദ് ദൈവത്തോടുള്ള ആകുലമായ ആത്മപശ്ചാത്താപവും ശുദ്ധീകരണത്തിനുള്ള അപേക്ഷയുമാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. ഓക്കെ ആണല്ലോ? ആദ്യത്തെ ഭാഗം മനസ്സിലായല്ലോ. രണ്ടാമത്തെ ഭാഗം നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഉള്ളടക്കത്തിലേക്ക് കിടക്കുകയാണ്. നമുക്ക് ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പഠിക്കാനില്ല, വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇത് 3 ഭാഗമായിട്ട് നമുക്ക് 51-ാം സങ്കീർത്തനത്തെ തിരിക്കാം. ആദ്യത്തെ ഭാഗം ആഴത്തിലുള്ള പശ്ചാത്താപം, വേഴ്സ് 1 to 6 ഡീപ്പ് റിപ്പൻറ്റൻസ് ആണ് കാണിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ അനുതാപ സങ്കീർത്തനങ്ങളിലെല്ലാം കണ്ട അതേ മുഖം തന്നെ നമുക്കിവിടെ കാണാം. ഒന്നാമത് എന്താണ്? നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് മുൻപിൽ തിന്മകൾ ഞാൻ ചെയ്തു എന്ന് ദാവീദ് പറയുമ്പോൾ ഡേവിഡ് ഓപ്പൺലി കൺഫെസസ് ഹിസ് സിൻ. തന്റെ പാപം തുറന്ന് സമ്മതിക്കുന്ന ദാവീദിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്? എൻ്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എൻ്റെ അതിക്രമങ്ങളെ എല്ലാം മായ്ച്ചു കളയണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ആരുടെ കരുണയ്ക്ക് വേണ്ടിയാ? ദൈവത്തിന്റെ കരുണയ്ക്കും ദൈവത്തിന്റെ ദയയിലും മാത്രം ആധാരപ്പെടുന്ന, അതിൽ മാത്രം നോക്കി പാർത്തിരിക്കുന്ന ദാവീദിനെ നമുക്ക് കാണാൻ സാധിക്കും. ഡേവിഡ് റെസ്റ്റ് എൻറ്റയർലി ഓൺ ഗോഡ്സ് മേഴ്സി ആൻഡ് കമ്പാഷൻ. ഇനിയും ഇതിന്റെ രണ്ടാമത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ആന്തരിക ശുദ്ധീകരണത്തിനുള്ള ഒരു അപേക്ഷയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദ പ്ലീ ഫോർ ഇന്നർ പ്യൂരിഫിക്കേഷൻ. ദൈവമേ, വെടിപ്പുള്ള ഹൃദയത്തെ എന്നിൽ സൃഷ്ടിക്കണമേ, സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുതാക്കണമേ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പുതിയ ഹൃദയം, ശുദ്ധീകരിക്കപ്പെട്ട ഒരു ഹൃദയത്തിന് വേണ്ടിയുള്ള ഒരു അപേക്ഷയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ബാഹ്യമായ ചടങ്ങുകളല്ല,
ഹൃദയത്തിന്റെ പുതുക്കലാണ് ദൈവം പ്രതീക്ഷിക്കുന്നത് എന്ന് ദാവീദ് അവിടെ തിരിച്ചറിയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഡേവിഡ് recognizes that what God desires is not external rituals but the renewal of the heart. ആദ്യത്തെ ഭാഗം തന്റെ പാപം തുറന്ന് സമ്മതിച്ചുകൊണ്ട് ദൈവത്തിന്റെ ദയയിലേക്ക് നോക്കി പാർക്കുന്നു. രണ്ടാമത്തെ ഭാഗത്ത് തന്റെ ഹൃദയം പുതുക്കി തരയണമേ, റിന്യൂവൽ ഓഫ് ഹാർട്ട് എന്നുള്ള ഒരു ആന്തരിക ശുദ്ധീകരണത്തിനുള്ള അപേക്ഷയാണ് ദാവീദ് മുൻപോട്ട് വെക്കുന്നത്. ഇനിയും അവസാന ഭാഗത്ത് പുതുക്കപ്പെട്ട ജീവിത വാഗ്ദാനം 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ദ പ്രോമിസ് ഓഫ് റിന്യൂഡ് ലൈഫ്, പുതുക്കപ്പെട്ട ജീവിത വാഗ്ദാനം. നീ എന്റെ പാപം മോചിച്ചു തരികിൽ എന്റെ ജീവിതം എന്തായി തീരും എന്ന് ദാവീദ് അവിടെ കുറച്ച് വാഗ്ദാനങ്ങൾ നൽകുകയാണ്. എന്താണ്? അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്കലേക്ക് തിരിയുകയും ചെയ്യും എന്ന് പറയുമ്പോൾ ഇവിടെ ദൈവം തനിക്ക് കൃപ നൽകിയാൽ മറ്റുള്ളവരെ ന്യായ തീർപ്പിലേക്കും പരിണാമത്തിലേക്കും താൻ നയിക്കുമെന്ന് ദാവീദ് പ്രതിജ്ഞ ചെയ്യുകയാണ്. ഡേവിഡ് പ്രോമിസ് ദാറ്റ് he will lead others to righteousness and transformation if God grants him grace. ഇനിയും ഈ അധ്യായത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു വെളിപ്പെടുത്തലും കൂടെ, അദ്ദേഹത്തിന്റെ ഒരു ആത്മീയമായ വെളിപ്പെടുത്തലും കൂടെ അദ്ദേഹം നടത്തുകയാണ്. എന്താണ്? ദൈവാരാധന എന്നുള്ളത് വെറും ബാഹ്യമായ അർപ്പണങ്ങൾ മാത്രമല്ല. എന്താണ് എഴുതിയിരിക്കുന്നത്? എന്റെ ബലികളിൽ നീ ഇഷ്ടപ്പെട്ടില്ല, ഹോമാബലികളിൽ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? ദൈവാരാധന എന്ന് പറയുന്നത് വെറും ബാഹ്യമായ അർപ്പണങ്ങളോ ബലികളോ യാഗങ്ങളോ ഹോമബലികളോ ഒന്നും തന്നെയല്ല. എന്നാൽ എന്താണ്? നൊന്തു നുറങ്ങിയ ഹൃദയത്തിന്റെ സമർപ്പണമാണ് എന്നുള്ളതാണ് അവസാനമായിട്ട് ദാവീദ് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഡിവൈൻ വർഷിപ്പ് ഇസ് നോട്ട് മിയർലി എക്സ്റ്റേണൽ ഓഫറിംഗ്സ് but the surrender of a broken and contrite heart. അതാണ് ദൈവത്തിന് പ്രസാദകരം എന്ന തിരിച്ചറിവോടെയാണ് ഈ ഒരു സങ്കീർത്തനം ദാവീദ് അവസാനിപ്പിക്കുന്നത്. അപ്പം 51-ാം സങ്കീർത്തനത്തിന്റെ ഉള്ളടക്കം മൂന്ന് പോയിന്റുകളേ ഉള്ളൂ. ഒന്ന്, ആഴത്തിലുള്ള പശ്ചാത്താപം. രണ്ട്, a plea for inner purification, ആന്തരിക ശുദ്ധീകരണത്തിനായുള്ള അപേക്ഷ. മൂന്ന്, പുതുക്കപ്പെട്ട ജീവിത വാഗ്ദാനം. ഓക്കെ ആണല്ലോ ഈ ഭാഗം? വളരെ എളുപ്പമാണ്. നമുക്ക് മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. ദ കീ മെസ്സേജസ്. എന്താണ് 51-ാം സങ്കീർത്തനം നമുക്ക് നൽകുന്നതായിട്ടുള്ള പ്രധാന ദൂത്? ഈ ചാപ്റ്റർ നമ്മൾ എന്താണോ പഠിച്ചത് അതിന്റെ ഓർഡറിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, സത്യമായ പശ്ചാത്താപം, ട്രൂ റിപ്പന്റൻസ്. രണ്ട്, ദാവീദ് എങ്ങോട്ടാണ് നോക്കി പാർത്തിരുന്നത്? ദൈവത്തിന്റെ കരുണയിലും കൃപയിലുമാണ് അല്ലെ. ദ ബൗണ്ട്ലെസ് മെർസി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ അതിരില്ലാത്ത കരുണ. മൂന്നാമത് എന്തായിരുന്നു നമ്മൾ ഈ സങ്കീർത്തനത്തിൽ കണ്ടത്? ആന്തരികമായ ശുദ്ധീകരണത്തിനുള്ള അപേക്ഷ. ഇന്നർ പ്യൂരിറ്റി ഈസ് ദ ട്രൂ സാക്രിഫൈസ് എന്നുള്ളതാണ്. ആന്തരിക വിശുദ്ധിയാണ് യഥാർത്ഥ യാഗം. അവസാന ഭാഗം എന്തായിരുന്നു? പുതുക്കപ്പെട്ട ജീവിത വാഗ്ദാനം. എന്താണ്? ക്ഷമയും കരുണയും ലഭിച്ചവൻ മറ്റുള്ളവർക്കും വെളിച്ചമായി തീരണം. വൺ ഹൂ ഹാസ് റിസീവ്ഡ് ഫോർഗിവ്നെസ് ആൻഡ് മേഴ്സി മസ്റ്റ് ബിക്കം എ ലൈറ്റ് ടു അതേഴ്സ്. നമ്മൾ ചാപ്റ്ററിൽ കണ്ട അതേ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് നൽകുന്ന പ്രധാന സന്ദേശങ്ങൾ. എന്തൊക്കെയാ? ഒന്ന്, ട്രൂ റിപ്പന്റൻസ്, യഥാർത്ഥ പശ്ചാത്താപം, സത്യമായ പശ്ചാത്താപം. പാപത്തിന്റെ ഗൗരവത്വം തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ ഹൃദയം തകർന്ന നിലയിൽ വരിക എന്നുള്ളതാണ് യഥാർത്ഥ പശ്ചാത്താപം ഇവിടെ ദാവീദ് നമുക്ക് കാണിച്ചു തരുന്നത്. കമ്മിങ് ബിഫോർ ഗോഡ് വിത്ത് എ ബ്രോക്കൺ ഹാർട്ട്, ഹാവിംഗ് റെക്കഗ്നൈസ്ഡ് ദ ഗ്രേവിറ്റി ഓഫ് സിൻ. രണ്ടാമത്, ദൈവത്തിന്റെ അതിരില്ലാത്ത കരുണ, ദ ബൗണ്ട്ലെസ് മെർസി ഓഫ് ഗോഡ്. മനുഷ്യന്റെ പാപത്തെ തോൽപ്പിക്കുന്നതും അതീവ മഹത്തരവുമാണ് ദൈവത്തിന്റെ ക്ഷമയും കരുണയും എന്നുള്ളതാണ് രണ്ടാമത് 51-ാം സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി മൂന്നാമത്, ആന്തരികമായ വിശുദ്ധി. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് ബാഹ്യ ചടങ്ങുകളോ യാഗങ്ങളോ കൊണ്ടാകരുത്, പുതുക്കപ്പെട്ട ഹൃദയവും നേരായ ആത്മാവും കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നാണ് പറയുന്നത്. വി മസ്റ്റ് നോട്ട് പ്ലീസ് ഗോഡ് വിത്ത് എക്സ്റ്റേണൽ റിച്വൽസ് ഓർ ഓഫറിംഗ്സ് ബട്ട് വിത്ത് എ റിന്യൂഡ് ഹാർട്ട് ആൻഡ് എ റൈച്ചസ് സ്പിരിറ്റ്. അവസാനമായിട്ട് എന്താ പറയുന്നത്? ക്ഷമയും കരുണയും കൃപയും ഒക്കെ ദൈവം നമുക്ക് നൽകുമ്പോൾ അത് മറ്റുള്ളവരെ സത്യത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം, വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണമുള്ള നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് നമ്മൾ അതിനെ കാണണം എന്നുള്ളതാണ് അവസാനമായിട്ട് ഈ ഒരു ഭാഗം നമുക്ക് നൽകുന്നതായിട്ടുള്ള പ്രധാന സന്ദേശം.
ഇതോടെ ഈ ചാപ്റ്ററിന്റെ മറ്റ് 3 പോയിന്റ്സ് കഴിഞ്ഞു. ഏറ്റവും അവസാനത്തെ ഭാഗവും ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗവുമാണ് കമന്ററി ഓഫ് ദി ചേർച്ച് ഫാദേഴ്സ് ഓൺ സാം 51. 51-ാം സങ്കീർത്തനത്തെ പറ്റി നമ്മുടെ സഭാപിതാക്കന്മാര് നൽകിയിരിക്കുന്ന വ്യാഖ്യാനങ്ങളാണ് ഇനി നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് സമയമെടുത്ത് ഓർത്തിരുന്ന് പഠിക്കണം. 6 സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനങ്ങളാണ് ഈ ഭാഗത്ത് കാണാൻ പോകുന്നത്. ഒന്നാമതായിട്ട് സെയിന്റ് അത്തനേഷ്യസ് ഓഫ് അലക്സാൻഡ്രിയ. അലക്സാൻഡ്രിയയിലെ മാർ അത്താനാസ്യോസ് 4-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന സഭാപിതാവായിരുന്നു സെയിന്റ് അത്തനേഷ്യസ് ഓഫ് അലക്സാൻഡ്രിയ. അദ്ദേഹം ഈ സങ്കീർത്തനത്തെ പറ്റി പറയുന്നത് ഇതൊരു പശ്ചാത്താപത്തിന്റെ മാതൃകാ പ്രാർത്ഥനയാണ് എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് അലക്സാൻഡ്രിയയിലെ മാർ അത്താനാസ്യോസ് പറയുന്നത് ഇത് പശ്ചാത്താപത്തിന്റെ മാതൃകാ പ്രാർത്ഥനയാണ്, മോഡൽ പ്രെയർ ഓഫ് റിപ്പന്റൻസ്. ഇവിടെ ദാവീദിനുണ്ടാകുന്ന വികാരം അത് കേവലം ഒരു കുറ്റബോധം മാത്രമല്ല, ദൈവവുമായുള്ള ബന്ധം തിരിച്ചു പിടിക്കുവാനുള്ള ദാവീദിന്റെ ആത്മാർത്ഥമായ ആഗ്രഹമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്ന് പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇനി മൂന്നാമതായിട്ട് ക്രിയേറ്റ് ഇൻ മീ എ പ്യൂർ ഹാർട്ട്, ശുദ്ധ ഹൃദയം സൃഷ്ടിക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ അത് മനുഷ്യന് മാത്രം സാധിക്കുന്ന ഒന്നല്ല, മറിച്ച് സൃഷ്ടികർമ്മവും പുതുക്കലുമൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് എന്ന് ദാവീദ് വ്യക്തമാക്കുന്നു എന്നും കൂടി പിതാവ് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അപ്പൊ 3 കാര്യങ്ങളാണ് അലക്സാൻഡ്രിയയിലെ മാർ അത്താനാസ്യോസ് നമ്മളെ പഠിപ്പിക്കുന്നത്, പിതാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. 1, 51-ാം സങ്കീർത്തനം ഒരു പശ്ചാത്താപത്തിന്റെ മാതൃകാ പ്രാർത്ഥനയാണ്. 2, ഇത് ദാവീദിന്റെ കുറ്റബോധം മാത്രമല്ല, മറിച്ച് ദൈവവുമായുള്ള അവന്റെ ബന്ധം തിരികെ പിടിക്കാനുള്ള ദാവീദിന്റെ അതിയായ ആഗ്രഹമാണ് 51-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 3, സൃഷ്ടിയും സൃഷ്ടികർമ്മവും പുതുക്കലുമൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തികളാണ് എന്നും കൂടി ഈ ഭാഗം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടി പോകുന്നത് സ്വർണനാവുകാരനായ മാർ ഇവാനിയോസ്, സെയിന്റ് ജോൺ ക്രിസോസ്റ്റം. അദ്ദേഹം 51-ാം സങ്കീർത്തനത്തെ പറ്റി പറയുന്നത് യഥാർത്ഥ പശ്ചാത്താപത്തിനുള്ള മാതൃകയായിട്ട് 51-ാം സങ്കീർത്തനത്തെ അദ്ദേഹം കാണുന്നു. നേരത്തെ നമ്മൾ ആദ്യത്തേതിലും പറഞ്ഞു പശ്ചാത്താപത്തിന്റെ മാതൃകാ പ്രാർത്ഥന. സ്വർണനാവുകാരനായ മാർ ഇവാനിയോസ് പിതാവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഇത് അനുതാപത്തിന്റെ യഥാർത്ഥ പശ്ചാത്താപത്തിനുള്ള മാതൃകയായിട്ട് നമുക്ക് 51-ാം സങ്കീർത്തനത്തെ കാണാൻ സാധിക്കും. അവിടെ അദ്ദേഹം ഊന്നി പറയുന്നത് ദാവീദ് തന്റെ പാപം ഒളിച്ചു വെക്കാതെ തുറന്ന് സമ്മതിച്ചതിനെയാണ് അദ്ദേഹം ഊന്നി പറയുന്നത്. ഇറ്റ് എംഫസൈസസ് ഓൺ ഹൗ ഡേവിഡ് കൺഫെസസ് ഹിസ് സിൻ ഓപ്പൺലി വിത്തൗട്ട് കൺസീലിംഗ് ഇറ്റ്. അലക്സാൻഡ്രിയയിലെ മാർ അത്താനാസ്യോസ് ഈ ഒരു സങ്കീർത്തനത്തെ ദാവീദിന്റെ ദൈവവുമായിട്ടുള്ള ബന്ധം തിരികെ പിടിക്കുന്നതിനുള്ള ആഗ്രഹം എടുത്തു കാണിക്കുമ്പോൾ, സ്വർണനാവുകാരനായ മാർ ഇവാനിയോസ് ഇവിടെ എന്താണ് ചെയ്യുന്നത്? ദാവീദ് തന്റെ പാപം മറച്ചു വെക്കാതെ ദൈവം മുൻപാകെ ഏറ്റു പറയുന്നതായിട്ടുള്ള, പാപം തുറന്ന് സമ്മതിക്കുന്ന ദാവീദിന്റെ ഒരു പോയിന്റിനെയാണ് ഇവിടെ എംഫസൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാപത്തെ തുറന്ന് സമ്മതിക്കുക, ദൈവത്തിന്റെ കരുണയിലേക്ക് പ്രത്യാശ വെക്കുക, ജീവിതത്തിൽ മാറ്റമുണ്ടാകുവാനുള്ള തീരുമാനം എടുക്കുക, ഇതൊക്കെയാണ് 51-ാം സങ്കീർത്തനത്തിൽ വ്യക്തമാക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. Psalm 51 elaborates about confessing sin openly, placing hope in God's mercy, making decision to bring change in life. ഇത് 3 പോയിന്റുകളാണ് സ്വർണനാവുകാരനായ മാർ ഇവാനിയോസ്, സെയിന്റ് ജോൺ ക്രിസോസ്റ്റം 51-ാം സങ്കീർത്തനത്തെ പറ്റി പറയുന്നത്. ഈ ഒരു 2 പിതാക്കന്മാരുടെ പോയിന്റ്സും ക്ലിയർ ആണല്ലോ. സമയമെടുത്ത് ഒന്ന് പഠിക്കുക. ഏതൊക്കെയാ പറയുന്നത്? സെയിന്റ് അത്തനേഷ്യസ് ഓഫ് അലക്സാൻഡ്രിയ, അലക്സാൻഡ്രിയയിലെ മാർ അത്താനാസ്യോസ് ഒന്നാമത് പറയുന്നത് ഇതൊരു പശ്ചാത്താപത്തിന്റെ മാതൃകാ പ്രാർത്ഥനയാണ്. 2, ദാവീദിന്റെ ദൈവവുമായിട്ടുള്ള ബന്ധം പുതുക്കുവാനുള്ള ആഗ്രഹം. 3, സൃഷ്ടികർമ്മവും സൃഷ്ടിയും പുതുക്കലും എല്ലാം ദൈവത്തിന്റെ പ്രവൃത്തികളാണ്. അതിനുശേഷം നമ്മൾ പഠിച്ചത് സെയിന്റ് ജോൺ ക്രിസോസ്റ്റം, സ്വർണനാവുകാരനായ മാർ ഇവാനിയോസ്, അദ്ദേഹം ഒന്നാമത് ഈ ഒരു സങ്കീർത്തനത്തെ യഥാർത്ഥ പശ്ചാത്താപത്തിന്റെ മാതൃകയായിട്ട് കാണുന്നു. ദാവീദ് പാപം മറച്ചു വെക്കാതെ തുറന്ന് സമ്മതിക്കുന്നതിനെ ഊന്നിപ്പറയുന്നു. അതുപോലെ പാപസമ്മതം, ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടിയുള്ള വാഞ്ഛ, അതുപോലെ ജീവിതമാറ്റം ഉണ്ടാക്കുവാനുള്ള തീരുമാനം, ഇതൊക്കെ 51-ാം സങ്കീർത്തനത്തിൽ കാണാൻ സാധിക്കും എന്ന് അദ്ദേഹം പറയുന്നു. ഈ 2 പിതാക്കന്മാരുടെ വ്യാഖ്യാനങ്ങളും കമന്ററീസും ഒക്കെ കണ്ടല്ലോ. ഇനിയും മൂന്നാമതായിട്ട് വിശുദ്ധ അഗസ്തീനോസ്, സെയിന്റ് അഗസ്റ്റിൻ. അഗസ്തീനോസ് സങ്കീർത്തനം 51-നെ ദൈവകൃപയുടെ
ആഴത്തിലുള്ള രഹസ്യത്തെ വെളിപ്പെടുത്തുന്ന പ്രാർത്ഥനയായിട്ടാണ് കാണുന്നത്. എ പ്രേയർ ദാറ്റ് റിവീൽസ് ദ ഡീപ് മിസ്റ്ററി ഓഫ് ഡിവൈൻ ഗ്രേസ്. അപ്പം ഇതിനു മുൻപുണ്ടായിരുന്ന രണ്ട് പിതാക്കന്മാരും സങ്കീർത്തനത്തെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? അനുതാപത്തിന്റെ ഒരു മാതൃക, ഉത്തമ മാതൃക എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അഗസ്തീനോസ് പിതാവ് എങ്ങനെയാണ് പറയുന്നത്? ദൈവിക കൃപയുടെ ആഴത്തിലുള്ള രഹസ്യം വെളിപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ് 51-ാം സങ്കീർത്തനം എന്ന് പറയുന്നു. അതിനുശേഷം 3 കാര്യങ്ങളാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. ഒന്ന്, മൈ സിൻ ഇസ് എവർ ബിഫോർ മീ, എന്റെ പാപം എപ്പോഴും എന്റെ മുൻപിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അവനവന്റെ, നമ്മുടെ സ്വന്തം പാപത്തെ കാണുവാൻ തക്കവണ്ണം ഒരു ആത്മീയ കാഴ്ച മനുഷ്യനുണ്ടാകണം എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കുന്നത്. സ്പിരിച്വൽ വിഷൻ ഇസ് നീഡഡ് ടു സീ വൺസ് ഓൺ സിൻ. ഇനിയും അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട്, ശുദ്ധ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്ന് പറയുമ്പോൾ പഴയ മനുഷ്യനെ ദൈവം മരിപ്പിച്ച് പുതിയ മനുഷ്യനെ ഉയർത്തുന്നു. ഇതാണ് പുതുക്കൽ എന്നുള്ളൊരു ചിന്തയാണ് അദ്ദേഹം മുൻപോട്ട് വെക്കുന്നത്. The renewal is God raising up the new man by putting the old man to death. ഇനിയും മൂന്നാമതായിട്ട് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത് പാപം ക്ഷമിക്കപ്പെട്ട മനുഷ്യൻ പിന്നെ മറ്റുള്ളവരെയും സത്യത്തിലേക്ക് നയിക്കണം എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് അദ്ദേഹം കാണുന്നു. ഇറ്റ് ഈസ് ദ ഗോൾ ഓഫ് ക്രിസ്ത്യൻ ലൈഫ് ടു ലീഡ് അതേഴ്സ് ടുവേർഡ്സ് ട്രൂത്ത് whenever sin has been forgiven. അപ്പം വിശുദ്ധ അഗസ്തീനോസ് ഒന്നാമത് എന്ത് ഡെഫിനിഷൻ ആണ് കൊടുക്കുന്നത്? 51-ാം സങ്കീർത്തനം ദൈവകൃപയുടെ ആഴത്തിലുള്ള രഹസ്യം വെളിപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ്. അതിനുശേഷം 3 പോയിന്റ്സ് ആണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. ഒന്ന്, നമുക്കൊരു ആത്മീയ, നമ്മുടെ തന്നെ പാപം കാണണമെങ്കിൽ ഒരു ആത്മീയ കാഴ്ച നമുക്കുണ്ടായിരിക്കണം. 2, ശുദ്ധ ഹൃദയം സൃഷ്ടിക്കണമേ എന്ന് പറയുമ്പോൾ പഴയ മനുഷ്യനെ മരിപ്പിച്ച് പുതിയ മനുഷ്യനെ ഉയർത്തുന്നതാണ് ഈ ഒരു പുതുക്കൽ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. 3, പാപം ക്ഷമിച്ച് കിട്ടിയവൻ മറ്റുള്ളവരെയും ഈ സത്യത്തിലേക്ക് നയിക്കണം എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിത ലക്ഷ്യം എന്നും അദ്ദേഹം പറഞ്ഞു തരുന്നു. അപ്പോൾ 1 കാഴ്ചയെ പറ്റിയും, 2 ഹൃദയത്തെ, ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തെ പറ്റിയും, 3 ക്രിസ്ത്യാനിയുടെ ലക്ഷ്യത്തെ പറ്റിയുമാണ് വിശുദ്ധ അഗസ്തീനോസ് നമ്മളെ 51-ാം സങ്കീർത്തനത്തോട് ചേർത്ത് പഠിപ്പിച്ചു തരുന്നത്. ഇനിയും 4-മത് മാർ ബസേലിയോസ്, സെയിന്റ് ബേസിൽ ദ ഗ്രേറ്റ്, സങ്കീർത്തനം 51 തപസ്, അനുതാപം, ശുദ്ധീകരണം എന്നിവയുടെ പൂർണ്ണ മാതൃകയാണ് എന്ന് മാർ ബസേലിയോസ് അഭിപ്രായപ്പെടുന്നു. Psalm 51 is the complete model of asceticism, repentance and purification. വിശുദ്ധ അഗസ്തീനോസ് എങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്? ഇത് ദൈവകൃപയുടെ ആഴത്തിലുള്ള രഹസ്യം വെളിപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ സെയിന്റ് ബേസിൽ ദ ഗ്രേറ്റ്, മാർ ബസേലിയോസ് എപ്രകാരമാണ് 51-ാം സങ്കീർത്തനത്തെ പറയുന്നത്? ഇത് തപസ്, അനുതാപം, ശുദ്ധീകരണം എന്നിവയുടെ പൂർണ്ണ മാതൃകയാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, നുറുങ്ങിയ ഹൃദയം ദൈവത്തിന് പ്രസാദകരമാണ്. ബ്രോക്കൺ ഹാർട്ട് ഇസ് പ്ലീസിങ് ടു ഗോഡ്. കാരണം ദൈവം ബാഹ്യ യാഗങ്ങളെക്കാൾ ഹൃദയശുദ്ധിയെ വളരെ ഗൗരവത്തോടെ കാണുന്നു. അതായത് യഥാർത്ഥ പശ്ചാത്താപം അത് പുറമേ ഉള്ള കണ്ണുനീരല്ല, ഹൃദയത്തിന്റെ മാറ്റമാണ് എന്നുള്ളതാണ് മാർ ബസേലിയോസ് നമ്മളെ പഠിപ്പിക്കുന്നത്. God regards purity of heart far more seriously than any other external sacrifices. So true repentance is not outward tears but inward transformation എന്നുള്ളതാണ് മാർ ബസേലിയോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പം വിശുദ്ധ അഗസ്തീനോസ് ഡെഫിനേഷന് ശേഷം 3 പോയിന്റ്, കാഴ്ചയെ പറ്റിയും ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തെ പറ്റിയും ക്രിസ്ത്യാനിയുടെ ജീവിത ലക്ഷ്യത്തെ പറ്റിയും പറയുമ്പോൾ മാർ ബസേലിയോസ് ഒരു ഡെഫിനിഷൻ, തപസ്, അനുതാപം, ശുദ്ധീകരണം എന്നുള്ളതിന്റെ മോഡലാണ് എന്ന് പറഞ്ഞിട്ട് നുറുങ്ങിയ ഹൃദയം ദൈവത്തിന് പ്രസാദകരമാണ്. ദൈവത്തിന് പ്രസാദകരമായത് ബാഹ്യമായ ബലികളൊന്നും തന്നെയല്ല, മനുഷ്യന്റെ ഹൃദയ ശുദ്ധിയാണ്, ഹൃദയത്തിന്റെ മാറ്റമാണ് എന്നുള്ളതാണ്, ഹൃദയത്തെ പറ്റിയാണ് സെയിന്റ് ബേസിൽ ദ ഗ്രേറ്റ് മാർ ബസേലിയോസ് നമ്മളെ പഠിപ്പിക്കുന്നത്. 4 സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനങ്ങൾ നമ്മൾ കണ്ടു. ആരൊക്കെയായിരുന്നു? അലക്സാൻഡ്രിയയിലെ മാർ അത്താനാസിയോസ്, സ്വർണ്ണനാവുകാരനായ മാർ ഇവാനിയോസ്, വിശുദ്ധ അഗസ്തീനോസ്, 4-മതായിട്ട് മാർ ബസേലിയോസ്. 4 പേരെയും പറ്റിയും അവരുടെ പോയിന്റ്സും പഠിച്ചല്ലോ. ഇനിയും 5-മതായിട്ട് സെയിന്റ് സിറിൽ ഓഫ് ജെറുസലേം, യെരുശലേമിലെ മാർ കൂറിലോസ്. ഇവിടെ അദ്ദേഹം നൽകുന്ന ഒരു നിർവചനം എന്ന് പറയുന്നത്, Psalm 51 is a symbol of baptism, confession and renewal. 51-ാം സങ്കീർത്തനത്തെ മാമോദീസായുടെയും കുംഭസാരത്തിന്റെയും
പുതുക്കലിന്റെയും പ്രതീകമായിട്ടാണ് യെരുശലേമിലെ മാർ കൂറിലോസ് കാണുന്നത്. സാം 51 ആസ് എ സിംബൽ ഓഫ് ബാപ്റ്റിസം, കൺഫെഷൻ ആൻഡ് റിന്യൂവൽ. മാമോദീസായും വിശുദ്ധ കുംഭസാരവും അതുപോലെ തന്നെ പുതുക്കൽ എന്നിവയുടെ പ്രതീകമാണ്. അവിടെ ഈ സോപ്പ് മൂലം എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പം ഇത് ഒരു പഴയ നിയമ ചിന്തയാണ്. പഴയ നിയമത്തിൽ കുഷ്ഠരോഗികളെ ഒക്കെ വെടിപ്പാക്കുവാനും ശുദ്ധീകരിക്കുവാനും ഒക്കെ ഈ സോപ്പ് കൊണ്ട് കഴുകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതിനെയാണ് ഇവിടെ പുതിയ നിയമത്തിലെ എന്താണ് ആത്മീയ ശുദ്ധീകരണവും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനവും ഒക്കെ ആയിട്ട് അഭിമന്യ പിതാവ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. Old Testament purification is connected to the New Testament spiritual purification and work of Holy Spirit. അത്രയുമേ ഉള്ളൂ യെരുശലേമിലെ മാർ കൂറിലോസ് പിതാവ് പറയുന്നത്. ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്താണ്? ഇറ്റ് ഇസ് കൺസിഡർഡ് ആസ് എ സിംബൽ ഓഫ് ബാപ്റ്റിസം, കൺഫെഷൻ ആൻഡ് റിന്യൂവൽ. അതിനുശേഷം പേർച്ച് മീ വിത്ത് ഹിസോപ്പ്, ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പറയുന്നത് പഴയ നിയമത്തിനെയും പുതിയ നിയമത്തിനെയും എങ്ങനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നു എന്നും കൂടി അവിടെ മനസ്സിലാക്കണം. അവസാനമായിട്ട് നാസിയാൻസിലെ മാർ ഗ്രിഗോറിയോസ്, സെയിന്റ് ഗ്രിഗറി ഓഫ് നാസിയാൻസസ്. ഇവിടെ ദാവീദിന്റെ പ്രാർത്ഥന ഒരു ആന്തരിക വിശുദ്ധീകരണ യാത്രയാണ് എന്ന് അദ്ദേഹം പറയുന്നു. സാം 51 is considered to be an inner journey of purification. ആ യാത്രയിൽ എന്തൊക്കെയുണ്ട്? സെൽഫ് റെക്കഗ്നീഷൻ, സ്വയം തിരിച്ചറിയൽ, ദൈവത്തിന്റെ കൃപ തേടൽ, സീക്കിംഗ് ഗോഡ്സ് ഗ്രേസ് ആൻഡ് പുതുക്കപ്പെട്ട ജീവിതത്തിലേക്കുള്ള ഉയർപ്പ്, റേസ് ടുവേർഡ്സ് റിന്യൂഡ് ലൈഫ്. ഇതെല്ലാമാണ് 51-ാം സങ്കീർത്തനത്തിൽ കാണാൻ സാധിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അവിടെ എടുത്തു പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് നമ്മൾ 12-ാം വാക്യത്തിൽ കാണാം. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരിച്ചു തരയണമേ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും അല്ലെ. നീതിയുടെ സന്തോഷം എന്ന് പറയാം, ജോയ് ഓഫ് സാൽവേഷൻ. ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പാപം മനുഷ്യനെ സന്തോഷത്തിൽ നിന്ന് അകറ്റുന്നു എന്നും ദൈവകൃപ മാത്രമേ യഥാർത്ഥ ആനന്ദം തിരികെ നൽകുന്നു എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. സിൻ ഡിസ്റ്റൻസസ് man from joy and only God's grace can restore true gladness എന്നുള്ള ചിന്തയോടെയാണ് ഈ ഒരു ഭാഗം അവസാനിപ്പിക്കുന്നത്. അപ്പം 6 പിതാക്കന്മാരെ പറ്റി നമ്മൾ പറഞ്ഞു. ആദ്യത്തേത് ആരെ പറ്റിയായിരുന്നു? അലക്സാൻഡ്രിയയിലെ മാർ അത്തനാസ്യോസ്. അദ്ദേഹം എന്താണ് പറയുന്നത്? പശ്ചാത്താപത്തിന്റെ മാതൃകാ പ്രാർത്ഥനയാണ് എന്ന് പറയുന്നു. ദാവീദിന്റെ ദൈവവുമായിട്ടുള്ള ബന്ധം പുതുക്കുവാനുള്ള ആഗ്രഹം കാണിക്കുന്നു. സൃഷ്ടികർമ്മവും പുതുക്കലും ഒക്കെ ദൈവത്തിന്റെ പ്രവർത്തികളാണ് എന്ന് ഉറപ്പിച്ചു പറയുന്നു. രണ്ടാമത് നമ്മൾ കണ്ടത് സ്വർണ്ണനാവുകാരനായ മാർ ഈവാനിയോസ് പിതാവിനെ പറ്റിയാണ്, സെയിന്റ് ജോൺ ക്രിസോസ്റ്റം. അദ്ദേഹവും യഥാർത്ഥ പശ്ചാത്താപത്തിന്റെ മാതൃകയായിട്ട് ഈ സങ്കീർത്തനത്തെ കാണുന്നു. ദാവീദ് പാപം ഒളിപ്പിച്ചു വെക്കാതെ ദൈവത്തിന്റെ മുൻപിൽ തുറന്ന് സമ്മതിക്കുന്നതിനെ ഊന്നി പറയുന്നു. അവിടെ പാപത്തെ തുറന്ന് സമ്മതിക്കുക, ദൈവത്തിന്റെ കൃപ തേടുക, ജീവിതത്തിൽ മാറ്റമുണ്ടാവുക, ഇതൊക്കെ 51-ാം സങ്കീർത്തനത്തിൽ വ്യക്തമാക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു. മൂന്നാമത് വിശുദ്ധ അഗസ്തീനോസിനെ പറ്റി നമ്മൾ പറഞ്ഞപ്പോൾ 51-ാം സങ്കീർത്തനം ദൈവകൃപയുടെ ആഴത്തിലുള്ള രഹസ്യത്തെ വെളിപ്പെടുത്തുന്ന പ്രാർത്ഥനയായിട്ടാണ് അദ്ദേഹം കണ്ടത്. അവിടെ സ്പിരിച്വൽ വിഷൻ, ആത്മീയ കാഴ്ചയെ പറ്റിയും ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തെ പറ്റിയും ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ പറ്റിയും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. നാലാമത് നമ്മൾ കണ്ടത് സെയിന്റ് ബേസിൽ ദ ഗ്രേറ്റ്, മാർ ബസേലിയോസ് ആണ്. അദ്ദേഹം 51-ാം സങ്കീർത്തനത്തെ തപസ്, അനുതാപം, ശുദ്ധീകരണം എന്നിവയുടെ പൂർണ്ണ മാതൃകയായിട്ട് കാണുന്നു. അവിടെയും ഹൃദയത്തെ പറ്റി, നുറങ്ങിയ ഹൃദയം ദൈവത്തിന് പ്രസാദകരമാണ് എന്നുള്ളതിനെ പറ്റിയുള്ള കുറച്ച് തോട്ട്സ് ആണ് കണ്ടത്. അതിനുശേഷം സെയിന്റ് സിറിൽ ഓഫ് ജെറുസലേം, യെരുശലേമിലെ മാർ കൂറിലോസ് മാമോദീസായുടെയും കുംഭസാരത്തിന്റെയും പുതുക്കലിന്റെയും പ്രതീകമായിട്ട് 51-ാം സങ്കീർത്തനത്തെ കാണുന്നു. അവിടെ ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ശുദ്ധീകരണത്തെ പറ്റിയും അവിടെ മെൻഷൻ ചെയ്യുന്നത് കാണാം. അവസാന ഭാഗം സെയിന്റ് ഗ്രിഗറി ഓഫ് നാസിയാൻസസ്, ഡേവിഡ്സ് പ്രയർ ഈസ് എൻ ഇന്നർ ജേർണി ഓഫ് പ്യൂരിഫിക്കേഷൻ എന്നുള്ള ഒരു യാത്രയെ പറ്റിയാണ്. അവിടെ സ്വയം തിരിച്ചറിയലും ദൈവത്തിന്റെ കൃപ തേടലും പുതുക്കപ്പെട്ട ജീവിതത്തിലേക്കുള്ള ഉയർപ്പും ഒക്കെ ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. അവസാന ഭാഗം രക്ഷയുടെ സന്തോഷം എന്നാൽ എന്താണ്, നീതിയുടെ സന്തോഷം എന്നാൽ എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിച്ചത്. നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു, അത്രയുമേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ ഭാഗത്ത് 51-ാം സങ്കീർത്തനത്തെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അതിനുശേഷം എന്താണ് ഈ ഒരു സങ്കീർത്തനത്തിന്റെ തീം? ഉടഞ്ഞു തകർന്ന ആത്മാവിന്റെ യാഗം, ദ സാക്രിഫൈസ് ഓഫ് എ ഷാറ്റേർഡ് സോൾ എന്നുള്ളതാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം ടൈറ്റിൽ ദാവീദിന്റെ ഒരു ധ്യാനം,
അതിന്റെ കോണ്ടെക്സ്റ്റിനെ പറ്റി പറഞ്ഞപ്പോൾ എഴുതിയ കാലഘട്ടം 10th century BC ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് കിങ് ഡേവിഡ്. അതുപോലെ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതയൊക്കെ പറഞ്ഞു. ഏത് സാഹചര്യത്തിലാണ് ഓർത്തിരിക്കണം, നാഥാൻ പ്രവാചകൻ ദാവീദ് രാജാവിനെ കഠിനമായി ശാസിച്ചതിന് ശേഷമുള്ള അനുതാപത്തിലാണ് എഴുതിയത്. നാഥാൻ പ്രവാചകൻ എന്നുള്ളത് പ്രോഫറ്റ് നേഥൻ എന്നുള്ള വേർഡ് ഓർത്തിരിക്കണം. ഇനിയും അതിനുശേഷം തീം ആൻഡ് കോണ്ടന്റ് സമ്മറി, പുസ്തകത്തിന്റെ ഉള്ളടക്കം 3 ഭാഗമായിട്ട് നമ്മൾ തിരിച്ചു. ആദ്യത്തെ ഭാഗം ആഴത്തിലുള്ള പശ്ചാത്താപം, ഡീപ് റിപ്പൻഡൻസ്. 2 ആത്മീക ശുദ്ധീകരണത്തിനുള്ള അപേക്ഷ. 3 പുതുക്കപ്പെട്ട ജീവിത വാഗ്ദാനം, ദ പ്രോമിസ് ഓഫ് റിന്യൂഡ് ലൈഫ്. ഇങ്ങനെ 3 ചിന്തകളാണ് ആ ഭാഗത്ത് കണ്ടത്. അത് തന്നെ നമുക്ക് അടുത്ത ഭാഗത്തും കീ മെസ്സേജസ് പ്രധാന ദൂതായിട്ട് കാണാൻ സാധിക്കും. ഏതൊക്കെയാ? 1 സത്യമായ അനുതാപം, ദൈവത്തിന്റെ അതിരില്ലാത്ത കരുണ, ദ ബൗണ്ട്ലെസ് മെർസി ഓഫ് ഗോഡ്. ആന്തരിക വിശുദ്ധിയാണ് യഥാർത്ഥ യാഗം, ഇന്നർ പ്യൂരിറ്റി ഈസ് ദ ട്രൂ സാക്രിഫൈസ്. അവസാന ഭാഗം കരുണയും കൃപയും ക്ഷമയും ലഭിച്ചവൻ മറ്റുള്ളവർക്ക് വെളിച്ചമാകണം എന്നുള്ള 4 ചിന്തകളാണ് ഈ ഒരു 51-ാം സങ്കീർത്തനം നമുക്ക് നൽകുന്നതായിട്ടുള്ള പ്രധാന ദൂത്. അവസാന ഭാഗം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനങ്ങൾ നമ്മൾ പഠിച്ചു. ആരൊക്കെയാ? അലക്സാൻഡ്രിയയിലെ മാർ അത്തനാസിയോസ്, സ്വർണനാവുകാരനായ മാർ ഇവാനിയോസ്, വിശുദ്ധ അഗസ്റ്റീനോസ്, മാർ ബസേലിയോസ്, യെരുശലേമിലെ മാർ കൂറിലോസ്, നാസിയാൻസിലെ മാർ ഗ്രിഗോറിയോസ്. ഇത്രയും പിതാക്കന്മാരുടെ 51-ാം സങ്കീർത്തനത്തെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കണ്ട് അവസാനം നീതിയുടെ സന്തോഷം, രക്ഷയുടെ സന്തോഷം, ജോയ് ഓഫ് സാൽവേഷനിൽ പറഞ്ഞ് നമ്മൾ നിർത്തി. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ. മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. പതുക്കെ സമയമെടുത്ത് പഠിക്കുക. കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ദൈവം നമ്മളെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.